ഹലോ ഗൈസ്, ഇന്ന് രാവിലെ എണീറ്റപ്പം തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക, പതിവിലും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ജോലിക്ക് പോകാൻ. അത് വേറെ ഒന്നുമല്ല, ഇന്ന് ശനിയാഴ്ചയാണ് ഗൈസ്. അങ്ങനെ ഞാൻ ഉള്ള സൺസ്ക്രീം എല്ലാം കൂടെ വാരി പൊത്തി ഗൈസ്. സൺസ്ക്രീൻ തേക്കുമ്പോൾ ഏറെ തേക്കണമെന്നല്ലേ, എൻ്റെ പോലുമല്ല, എൻ്റെ അനിയത്തിയുടെ സാധനമായതുകൊണ്ട് ഞാനങ്ങ് വാരി പൊത്തി ഗൈസ്. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എൻ്റെ കമ്മലെടുത്തപ്പോഴാണ് സൈഡീസ് എനിക്ക് മനസ്സിലായത് അത് രണ്ടും പൊട്ടിയിരിക്കുകയാണ്. പിന്നെ അമ്മ ഏതാണ്ടൊക്കെ അവിടെ നിന്ന് പറയുന്നത് കേട്ടു, എന്നെ മുടിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായതാണെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞു. ഞാനത് ഇപ്പറേ കൂടെ കേട്ട് അതിലെ കൂടെ കേട്ട് അതിൻ്റെയാണ് ആ മോഹം അങ്ങനെ ഇരുന്നത് ഗൈസ്. അത് കഴിഞ്ഞ് നേരെ ഞാൻ പോയത് എൻ്റെ വാസലിൻ എടുക്കാനാണ്. വാസലിൻ രാവും പകലും തേച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല ഗൈസ്. അങ്ങനെ വാസലിൻ തേച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ വീട്ടിൽ പൗഡറില്ല എന്നുള്ളത്. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഞെക്കി ഇച്ചിരി വരുത്തി അത് തേച്ചപ്പം എനിക്ക് സന്തോഷമായി. എന്നാലും എനിക്ക് സങ്കടമുണ്ട് ഗൈസ്. എന്നിട്ടും തൃപ്തി വരാഞ്ഞിട്ട് ഞാൻ പിന്നെ അതിനിട്ട് കൊല്ലാക്കൊല്ല ചെയ്തല്ലേ. ഞാൻ എവിടെയെങ്കിലും പണി അവതരിപ്പിക്കാൻ നോക്കി. ഇങ്ങനെയൊക്കെയാണ് ഈ പൊതുവെ നടക്കാറ്. അതെല്ലാം വാരിപ്പൊത്തിയ ശേഷം ഗൈസ് ഞാൻ വേറെ എവിടെ പോയത്, എൻ്റെ ഒന്നുമില്ലാത്ത പിരുകം നികത്താൻ പോകുകയാണ് ഗൈസ്. കണ്ടില്ലേ, ഒന്നുമില്ല. അതിനെ ഇന്ന് ജീവനാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പാലറ്റ് എടുത്തു, വര തുടങ്ങി ഗൈസ്. പടം വരയ്ക്കുന്ന പോലെ വരച്ചാൽ എൻ്റെ പിരുകത്തിൽ വല്ലതൊക്കെ കാണുമല്ലോ. അങ്ങനെ ആ ചടങ്ങും കഴിഞ്ഞപ്പം എൻ്റെ കാർക്കൂന്തലുകൾ ഞാൻ അയച്ചു ഗൈസ്. കാർക്കൂന്തൽ അയച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിചാരം ഞാൻ വലിയ സുന്ദരിയാണ്. അതിനുശേഷം എൻ്റെ മെയിൻ സാധനം ലിപ്സ്റ്റിക്ക്. എൻ്റെ പൊന്നോ, ഇതില്ലാതെ മരണ വീട്ടിൽ പോയാലും എനിക്ക് ഈ സംഭവം വേണം. കണ്ണെഴുതിയില്ല, ഒന്നും എഴുതിയില്ലെങ്കിലും എനിക്ക് ഈ സാധനം കിട്ടിയാൽ മതി. എനിക്കെന്ത് ജീവൻ കിട്ടിയ പോലെ. ഇത് എത്ര കോട്ടടിച്ചാലും മതിയാകാത്തൊരു സാധനമാണ് എനിക്ക് ലിപ്സ്റ്റിക്. ഇങ്ങനെ തിന്നുവാണ് ഗൈസ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഇതുപോലെ ലിപ്സ്റ്റിക്കിനോട് ഭ്രാന്തുള്ളവരുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള കോട്ടിങ് മുഴുവൻ അടിച്ച് 3-4 കോട്ടിങ്ങിന് ഞാൻ ഇതിൻ്റെ പേർക്ക് വരികയായിരിക്കും. കാരണം വൈകുന്നേരം വരെ നിൽക്കേണ്ടതാണ്, 5:30 വരെ നിൽക്കേണ്ടത്. അത് കഴിഞ്ഞപ്പോൾ 2-3 പോസ്റ്റൊക്കെ ചെയ്ത ശേഷം ഞാൻ നേരെ എന്ത് ചെയ്യാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്കാര എടുക്കാൻ പോയി. മസ്കാര എൻ്റെ അല്ല, എൻ്റെ അനിയത്തിയാണ്. സ്വന്തമായി ഒന്നുമില്ല ഗൈസ് എനിക്ക്. അങ്ങനെ അതും വാരിപ്പൊത്തണം ഗൈസ്. അതും നല്ല രീതിക്ക് അപ്ലൈ ചെയ്താലേ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. വൈകുന്നേരം വരെ നിൽക്കണമല്ലോ, വീണ്ടും ഞാൻ പറയുന്നു. അങ്ങനെ അതെല്ലാം കൂടെ വാരി പൊത്തി എന്തൊക്കെയോ ഉണ്ടെന്നുള്ളതാക്കി ഞാൻ അവിടെ ഇവിടെയാക്കി. അതും അങ്ങോട്ട് ചെന്ന് പപ്പറം നമ്മെ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. നാളെ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യത്തെപ്പറ്റിയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. അതൊക്കെ കേട്ട് ഗൈസ് കുറച്ച് പ്രദർശനമൊക്കെ കാട്ടിയിട്ട് ഞാൻ വീണ്ടും എടുത്തിട്ടു. അന്നേരമാണ് ഇപ്പുറത്ത് പറ്റിയത്. പിന്നെ ഞാനതങ്ങ് തൂത്ത് കളഞ്ഞു. അതിനുശേഷം എൻ്റെ മൂക്കുത്തി ഇട്ടു ഗൈസ്. അതിനുശേഷം ഞാൻ എൻ്റെ പൊട്ടെടുത്ത് കുത്തി ഗൈസ്. കണ്ണാടി ഇന്നേരം ഒരു പൊട്ടാണ്, അതെടുത്ത് ഞാൻ കുത്തി.